ഹലോ മക്കളെ, ജൂൺ മാസം സ്കൂൾ തുറന്നു. ഉടനെ തന്നെ ഓണം അടുത്തെത്തി. ഓണം എത്തുമ്പോൾ നിങ്ങളുടെ മുള്ളിൽ വരുന്നൊരു വേറെ ടെൻഷനാണ് ഓണപ്പരീക്ഷ. ഓണപ്പരീക്ഷ എങ്ങനെ നേരിടാം എന്നാണ് ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. മക്കളെ, ഓണപ്പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് പകുതിയോടെയാണ് ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓണപ്പരീക്ഷയ്ക്കാണെങ്കിൽ ആകെ 4 ചാപ്റ്റേഴ്സാണ്, ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് വരുന്നത് പറഞ്ഞാൽ. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമല്ല. സാറേ, മാർച്ച് വരെ സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പം ഇനി പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുവാണ് അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ സാർ അത്രത്തോളം ടൈം ഉണ്ടല്ലോ, ഈ 4 ചാപ്റ്റേഴ്സ് ഇപ്പം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ മാസം അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കുക, ഒരുമിച്ചങ്ങ് പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് വേഴ്സ് ഇരിക്കുമായിരിക്കും നിങ്ങളെല്ലാവരും. പക്ഷേ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. നമുക്കാണെങ്കിൽ ഈ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ വില്ലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അതിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരത്തില്ല. കാരണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് വരത്തുള്ളൂ, അല്ല ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. സെക്കൻഡ് ചാപ്റ്ററാണ് വരുന്നത് ഒബ്ജക്റ്റ് ഓൺ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, അഥവാ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓൺ പ്രോഗ്രാമിംഗ് ആണ് ചാപ്റ്ററിന്റെ പേര്. അതൊരു കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിലും നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരാറുള്ളത്. ദെൻ തേർഡ് ചാപ്റ്ററാണ് വരുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു അല്ലേ. യെസ്, അതും എന്താണ് അതിനകത്ത് ഡയറക്റ്റ് എന്താണ് അൽഗോരിതം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരിക്കലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും അതിനകത്ത് വരത്തില്ല. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസിന് വരത്തില്ല. ഒരിക്കലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരത്തില്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററേ ഉള്ളൂ മക്കളെ, ഇത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത ചാപ്റ്ററാണ് മക്കളെ ഈ പറഞ്ഞ വെബ് ടെക്നോളജി. നിങ്ങൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നിങ്ങൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ പഠിച്ചില്ലേ. പക്ഷേ എന്താണ് അതിൽ വിഭിന്നമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് വെബ് ടെക്നോളജി. അതായത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. ഒക്കെ അടിപൊളി ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ അഗ്നി വെച്ച് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും മക്കളെ, അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഈ പറഞ്ഞ ഓണം എക്സാമിന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 4 നല്ല വെയിറ്റുള്ള ചാപ്റ്റേഴ്സാണ് ഫൈനൽ എക്സാമിന്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഏകദേശം 10 മാർക്ക് വരാറുണ്ട്. കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓൺ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ 5 മാർക്ക്. ദെൻ പിന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണെങ്കിൽ 5 to 6 മാർക്ക്. ദെൻ വെബ് ടെക്നോളജി ആണെങ്കിൽ 10 മാർക്ക് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഫൈനൽ എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റേഴ്സാണ്, ഫൈനൽ എക്സാമിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. മക്കളെ ഒരിക്കലും ഈ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഈ ഒരു പോർഷൻസ് ഒരിക്കലും മിസ്സാക്കല്. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, മാക്സിമം ഈ ഒരു ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത മക്കൾ എന്ത് ചെയ്യാം മക്കളെ, വേഗം തന്നെ നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.